ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ മുട്ട പുഴുങ്ങി വെച്ചു. ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് മുട്ടക്കറി വെക്കാം. പിന്നെ കഴിഞ്ഞ 4 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാനൊരു ലൈവ് കയറിയിട്ടുണ്ടായിരുന്നു, ചാനൽ താഴെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേഹമോൾക്ക് പല്ലുവേദനയാണ്. ഞാൻ കഴിഞ്ഞ മാസം ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പല്ലുവേദന വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പോടുണ്ട് കേട്ടോ, 2 സൈഡിലും പോടുണ്ട്. അപ്പോൾ അന്നേ പറഞ്ഞായിരുന്നു ഇങ്ങനെ റൂട്ട് കനാൽ ചെയ്തിട്ട് പോട് അടച്ചു കളയണമെന്ന്. അപ്പോൾ നമുക്ക് ചെറിയ കുഞ്ഞല്ലേ, റൂട്ട് കനാലൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ അന്ന് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പല്ലുവേദന വരും, അവർക്ക് സഹിക്കാൻ പറ്റാതെ. എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയും കേട്ടോ. പിന്നെ നമ്മൾ സുല്ലിട്ടിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കാരണം എത്രയെന്ന് വെച്ചിട്ട് ഈ പല്ല് പറഞ്ഞു വരാനുള്ള പല്ലാണെങ്കിലും കോട്ടുപല്ലായതുകൊണ്ട് ഒത്തിരി ആവുമല്ലോ പറയാനൊക്കെ. 10-12 വയസ്സാവും എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പം അതുവരെ കുഞ്ഞ് വേദന സഹിക്കണ്ടേ. പിന്നെ ഇപ്പോൾ ഒക്കെ വീട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം തൊട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ അതെല്ലാം ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മൾ റൂട്ട് കനാൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കൊണ്ടുപോയതായിരുന്നു ഇന്നലെ. ഇന്നലെ കൊണ്ടുപോയി ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഒരു പല്ലിൻ്റെ പോട് വെറുതെ അടക്കാൻ വേണ്ടി ശ്രമിച്ചു. നമുക്ക് അടച്ചു നോക്കാം, പറ്റുവാണെങ്കിൽ നിൽക്കുവാണെങ്കിൽ അങ്ങനെ നിന്നോട്ടെ, റൂട്ട് കനാൽ ചെയ്യാതെ തന്നെ അടക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. പക്ഷെ അവൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര കരച്ചിൽ കേട്ടോ. അവൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്ന് പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ അവൾ കാണിച്ചു കൊടുത്തു, കരഞ്ഞതേ ഇല്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം പിന്നെ അത് ഡോക്ടർ അവിടെ നിന്ന് തന്നെ റിമൂവ് ചെയ്തു, അടച്ചു കളഞ്ഞത്. അപ്പോൾ ഇനി മരുന്ന് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൊവ്വാഴ്ച കൊണ്ട് ചെല്ലാൻ പറഞ്ഞു റൂട്ട് കനാൽ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇവള് അങ്ങനെ തോളിൽ കയറി കിടന്നിട്ടും പല്ലുവേദനയായിട്ട് ഒക്കെയാണ് നമ്മൾ വീഡിയോ ഇടാഞ്ഞത്. കാരണം എഡിറ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ മക്കൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ല നമ്മുടെ എല്ലാം. ഇവള് കരയുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും അവളെ എടുത്തുകൊണ്ട് അങ്ങനെ നടക്കും. എടുത്തുകൊണ്ട് നടക്കാനൊന്നും കഴിയത്തില്ല, കുറേ എടുത്തുകൊണ്ട് നടക്കും, പിന്നെ എടുത്തുകൊണ്ട് ഇരിക്കും. എനിക്കും ഈ ഹാർട്ടിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒത്തിരി എടുത്ത് നടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. എടുത്ത് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം തിങ്ങിയിട്ട് ചുമയും വരും, ഒന്നിനും പറ്റാതെയാവും. എന്നാലും ഞാനിങ്ങനെ പറ്റുന്ന വിധത്തിലൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള മുട്ടക്കറി ആയിട്ടോ ഉണ്ടാക്കുന്നത്. പൊതുവേ ഞാനിവിടെ ഉള്ളി വഴറ്റി അങ്ങനെ ഉണ്ടാക്കത്തില്ലയോ, അതാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് തേങ്ങ അരച്ചൊഴിച്ച് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ ഫോണിൽ ന്യൂസ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കേൾക്കും. എന്നിട്ടാണ് രാവിലത്തെ ജോലിയൊക്കെ നടക്കുക. നമ്മുടെ 24-ൻ്റെ മോർണിംഗ് ഷോ ഉണ്ടല്ലോ, അത് ഓണാക്കി വയ്ക്കും. പിന്നെ നമുക്കിവിടെ 2 അടുക്കളയായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്തെങ്കിലും കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്തെ വർക്ക് ഏരിയ പോലുള്ള അടുക്കളയിലോട്ട് തന്നെ പോകണം. അപ്പോൾ അത് ചെറിയൊരു ഡിസ്കംഫേർട്ടാണ്. എന്നാലും ഇപ്പോൾ വാടക വീടാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ശരിയായി കിട്ടത്തില്ലല്ലോ. അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചിട്ട് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട ഇട്ടിട്ടില്ല. കറി ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഞാൻ മുട്ട തൊലി പൊളിച്ചിട്ട് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ മുട്ട പുഴുങ്ങി വെച്ചത് എടുത്തുകൊണ്ട് പോയി തൊലിയൊക്കെ കളഞ്ഞിട്ട് വരാൻ കൊണ്ടുപോവുകയാണ്. പിന്നെ ഈ ഒരു കറിക്ക് തേങ്ങ അരക്കുന്ന സമയത്ത് ഞാൻ 2 ഏലക്ക ചേർത്ത് അരക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. എനിക്കിഷ്ടമാണ് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. പത്തിരിക്കും ഒക്കെ കഴിക്കാനാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ട് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അതേസമയം തന്നെ ഞാനിവിടെ ചപ്പാത്തി പരത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പരത്തി ഇപ്പോൾ ഒരു 3-4 പരത്തി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അത് ചുട്ടെടുക്കാനായിട്ട് ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുൻപത്തെ നമ്മുടെ ഒരു വീഡിയോ ഒക്കെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ പലകയിൽ പരത്തിയിട്ടാണ് പത്തിരി ആണെങ്കിലും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പത്തിരി പ്രസ്സൊന്നും എൻ്റെ കയ്യിലില്ല, ഇതുവരെ വാങ്ങിച്ചിട്ടും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നൈസായിട്ട് കിട്ടുമല്ലോ, അത് കഴിക്കാനൊരു സുഖം. പ്രസ്സിനകത്ത് പരത്തി കഴിഞ്ഞാൽ എങ്ങനെ ആയാലും അത് ഇച്ചിരി കട്ടിയായിരിക്കും. അങ്ങനെ പരത്തലും ചുടലും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ. ഇന്ന് ഞാൻ അടുക്കളയിൽ കയറുന്നതിന് മുമ്പേ മുറ്റത്ത് ഇറങ്ങി തൂത്തുവാരി, മുന്നിലെ മുറ്റം കേട്ടോ, ഫ്രണ്ടിലെ മുറ്റമൊക്കെ തൂത്തുവാരി കരിയിലകളൊക്കെ കത്തിച്ച് കളഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ വന്നപ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു പണിക്കിടയിൽ തന്നെ നമുക്ക് മീനുണ്ടായിരുന്നു കേട്ടോ ഫ്രീസറിൽ. അപ്പോൾ അതെടുത്തിട്ട് ഒന്ന്
ഐസ് പോകാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. പിന്നെ ഇന്ന് നമ്മൾ ക്യാരറ്റ് തോരൻ വെക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതും ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു. മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ ക്യാരറ്റ് ഒന്ന് തൊലി കളഞ്ഞിട്ട് കിഴക്കിയൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അതും ഒന്ന് കട്ടിംഗ് ബോർഡിൽ വെച്ച് കഷ്ണിച്ച് കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ ഇലക്ട്രിക് ചോപ്പറുണ്ട്. അപ്പോൾ അതിനകത്തൊന്നിട്ടിട്ട് ഒരു 4 കറക്ക് കറക്കും. അപ്പോൾ ഇത് തോരന് പാകമായിട്ട് വന്നോളും. അടുക്കളയിൽ നിൽക്കുന്ന സമയം പറ്റാവുന്ന അത്രയും പണി അങ്ങനെ ചെയ്തൊന്ന് തീർക്കും കേട്ടോ. കാരണം ചപ്പാത്തി ഇങ്ങനെ ചുട്ടുകൊണ്ട് എന്തായാലും അതിൻ്റെ ഇടക്ക് ഇടവേളകളുണ്ടല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ഈ പണി അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് തീരുമെന്ന് വിചാരിച്ച് ചെയ്ത് വെക്കും കേട്ടോ. അല്ലാതെ ഇപ്പം തന്നെ തോരൻ ഉണ്ടാക്കത്തൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തോരനൊക്കെ വയ്ക്കത്തുള്ളൂ. ഈ ഒരു സമയം ഇക്കയും മോളും ഒന്നും എഴുന്നേറ്റിട്ട് പോലും ഇല്ല കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് വെറുതെ ഉച്ചയാകുമ്പോഴത്തേക്ക് തണുത്തത് കഴിക്കാമെന്നല്ലാതെ വേറെ ഇതൊന്നുമില്ല. കാരണം നമ്മുടെ ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞു. അതൊന്നും ഞാൻ മാറ്റി അടച്ചൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇലക്ട്രിക് ചോപ്പർ. ഇനോൾസയുടെ എൻ്റെ കയ്യിൽ നേരത്തെ ഇങ്ങനെ നൂല് വലിക്കുന്ന ചോപ്പർ ഉണ്ടല്ലോ, അതായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ നൂല് അങ്ങ് പൊട്ടിപ്പോയി. അന്നേരം ഇക്ക പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കേണ്ട, ഇത് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കേടുവരുന്ന പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഇത് വാങ്ങിച്ചു തന്നത് കേട്ടോ. ഇക്ക തന്നെയാണ് ഇതെല്ലാം നോക്കിയിട്ട് അതിൻ്റെ സ്റ്റാർ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു തരാം. ഇപ്പോൾ ഏകദേശം 2 വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കായംകുളത്ത് വീട്ടിലാവുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇതുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് മലപ്പുറത്ത് വന്നിട്ട് 1 വർഷമായി. ഞാൻ 2 വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലത് തന്നെയാണ്, പ്രശ്നമൊന്നും വന്നിട്ടില്ല. ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം പോയിട്ടൊന്ന് കിടന്നു കേട്ടോ. കാരണം എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും പിന്നെ കുറച്ച് നേരം ഒന്ന് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടും. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെയാവുമേ. അപ്പോൾ എന്ത് ജോലി കഴിഞ്ഞാലും ഞാൻ പിന്നെ ജസ്റ്റ് പോയി ഒന്ന് കിടക്കല പതിവ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിട്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് തോരനകത്തും പ്രത്യേകിച്ചൊന്നും ഇടാനില്ല. ഇന്നിപ്പോൾ സവാള തീരാനായതുകൊണ്ട് സവോളയും അരിഞ്ഞിട്ടിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സവോള ചെറുതായിട്ട് അരിഞ്ഞിടാറുണ്ട്. ഇന്നിപ്പോൾ ജസ്റ്റ് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചത് ഇട്ടിട്ട് തേങ്ങായും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് തോരനാക്കി എടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളിവിടെ മുളക് ഉപയോഗിക്കത്തില്ലെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തോരനകത്തൊന്നും ഒരു തുള്ളി മുളക് ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. കാരണം ഇക്കാക്കും പറ്റത്തില്ല, പിന്നെ മോൾക്ക് കൊടുക്കേണ്ടതും അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന തോരനാന്നേലും എല്ലാം മോൾ കഴിക്കാറുമുണ്ട് കേട്ടോ. അങ്ങനെ അതിനിടക്ക് ക്യാരറ്റ് വേവുന്നതിനിടക്ക് ഞാൻ അരിയൊക്കെ ഒന്ന് എടുത്ത് കഴുകി നമ്മുടെ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഉപ്പിട്ടാണ് വേവിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു രണ്ടാൾക്കാരൊക്കെ ഉള്ള ഒരു ഫാമിലിക്ക് പറ്റുന്ന ചെറിയൊരു റൈസ് കുക്കർ കേട്ടോ. 1 കിലോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ കപ്പാസിറ്റി. ഞങ്ങൾ ഒരു ഗ്ലാസ് അരി ഇട്ടേ വയ്ക്കത്തുള്ളൂ കേട്ടോ. വറ്റിച്ചെടുക്കുന്നതിനെ കൊണ്ട് നമുക്ക് ഈ റൈസ് കുക്കർ നല്ല ആപ്റ്റാണ്. അതിനിടയ്ക്ക് നമ്മുടെ ക്യാരറ്റും ഒന്ന് വെന്തു. അപ്പോൾ അതും ഒന്ന് ഇളക്കി ഇതാക്കിയിട്ട് ഓഫാക്കി വയ്ക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയിൽ മുട്ടക്കറി ഒന്ന് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. കാരണം അവൾക്ക് എന്താ പറയുക, ചപ്പാത്തി കഴിക്കാൻ ഈ ഇടയായിട്ട് കുറച്ച് മടിയുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ചപ്പാത്തി തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ മുറ്റത്ത് കുറച്ച് ചീരയുടെ കമ്പ് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം ചീര തോരൻ വയ്ക്കാൻ മേടിച്ചപ്പോൾ അതിന് വേരുള്ള മൂടായിരുന്നേ. അപ്പോൾ അതിവിടെ ഞാൻ ഇലയൊക്കെ എടുത്തിട്ട് അതിൻ്റെ വേരുള്ള ഭാഗം ഞാനിവിടെ എല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മൂടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എന്നും രാവിലെയും വൈകിട്ടും ഒന്ന് നനച്ച് കൊടുക്കും. പിന്നെ ഈ പച്ച നെറ്റിനകത്ത് ഞാൻ കുറച്ച് ചീരയുടെ വിത്ത് പാകിയിട്ടുണ്ട് കേട്ടോ. ചീരയുടെ വിത്തും പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കം പിന്നെ മുളപ്പിച്ചതിന് ശേഷം കൊണ്ട് നട്ടതാണ്. എന്തായാലും ഇവിടെ കോഴികളുണ്ട് കേട്ടോ. നമ്മൾ വളർത്തുന്നതല്ല, നമ്മുടെ ഓണറുടെ വീട്ടിൽ. അപ്പോൾ ഇതിലെല്ലാം വന്ന് ചിരക്കിക്കൊണ്ട് നടക്കുവേ. അപ്പോൾ അതാണ് അവിടെ നെറ്റ് കെട്ടിയത്. ചീരയുടെ വിത്ത് ചെറുതായിട്ട് മുളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പല ടൈപ്പ് ചീര ഞാനവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് മുളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും വെള്ളം ഒഴിക്കുന്ന പോലെ ഹാർഡായിട്ട് ഒഴിക്കാൻ പറ്റത്തില്ല. സോഫ്റ്റായിട്ട് ഇങ്ങനെ പതിയെ ഒഴിച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ നനകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് ഇക്ക ഇവിടെ അങ്ങനെ സിറ്റൗട്ടിൽ വന്നിരിക്കുന്ന കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോൾക്ക് അവൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് അതിൻ്റെ ഒരു ഇത് തീർക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് മുറ്റത്തിറങ്ങി ചീര മുളച്ചതും എല്ലാം കണ്ടേ പറ്റുമെന്ന് പറഞ്ഞിട്ടൊന്ന് ഇറങ്ങി വന്നതാട്ടോ.
ഇന്നലെ ഉണ്ടായിരുന്ന ചാമ്പയൊക്കെ പക്ഷി ആരോ കൊണ്ടുപോയി കേട്ടോ. അങ്ങ് മുകളിൽ അവിടെ കണ്ടോ. പറിക്കുന്നതല്ല, പറിക്കണ്ട, അതെല്ലാം പക്ഷികൾ എടുത്തോണ്ട് പോകും. നമുക്ക് വേണ്ട കേട്ടോ, അവർ കഴിച്ചോട്ടെ. ഉണ്ടാവുന്നതിൻ്റെ വഴി അറിയത്തില്ല, അവരെടുത്തോണ്ട് പോകുന്നു. ഉണ്ടാവുന്നത് പോലും കാണത്തില്ല, അവരെടുത്തോണ്ട് പോകുന്നത്. പക്ഷികൾ തിന്നോട്ടെ കേട്ടോ. കണ്ട അവിടെയൊക്കെ ഉണ്ട്. നമുക്ക് വെച്ച് കൊടുക്കണം കേട്ടോ, നല്ല കുഞ്ഞ. അപ്പോൾ ഇത് അതിനിടയ്ക്ക് നനക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഞാനിതിലേക്ക് ഒന്ന് അടിച്ചു വാരി തുടച്ചിടുവാണ്. ഞാനാണെങ്കിൽ ഇവിടെ ഡെയിലി തുടക്കാറൊന്നുമില്ല കേട്ടോ, എല്ലാ ദിവസവും തൂത്തുവാരി കളയും. പക്ഷേ 2-3 ദിവസം കൂടിയിരിക്കുമ്പോഴേട്ടോ തുടക്കുന്നത്. കാരണം ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി പോവുക, കുഞ്ഞാണെങ്കിലും അങ്ങനെ പുറത്തിറങ്ങി കളിക്കുകയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എപ്പോഴും ക്ലീനായിട്ട് കിടക്കും, വലിയ അഴുക്കോ പൊടിയോ ഒന്നും ഉണ്ടാകത്തില്ല. 3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ തുടച്ചിടുന്നത്. ഇത് പിന്നെ നമ്മൾ മീൻ വെക്കും കേട്ടോ. ഇതുപോലൊരു മീൻ കറി നിങ്ങൾ ആരും ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. കറി എന്ന് പറയുന്നത് ഇതൊരു മസാല ടൈപ്പ് മീൻ സ്റ്റ്യൂ ആണ് കേട്ടോ, ഫിഷ് സ്റ്റ്യൂ എന്ന് പറയുന്നത്. ഈ ഇറ്റാലിയൻസൊക്കെ ഉണ്ടാക്കുന്നൊരു ടൈപ്പാണ്. മീൻ ഏറ്റവും താഴെ ഇടും, എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ ഉള്ളി അരിഞ്ഞിട്ട്, തക്കാളി അരിഞ്ഞിട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കേട്ടോ മെയിനായിട്ട് ഇടുന്നത്, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ നാരങ്ങ നീരുണ്ടല്ലോ, നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കും. അല്ല, ഇതിൽ പുളിയൊന്നും ഇടത്തില്ല കേട്ടോ. സാധാരണ ഈ മീൻ നാരങ്ങ നീരിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുകയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്യുന്നൊന്നുമില്ല, ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിനകത്തോട്ട് ഇടുന്നത് വേറൊരു സാധനം ഞാൻ കാണിക്കാം. നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒറിഗാനോ ഇല്ലേ, ഒറിഗാനോ ആണ്. ഒറിഗാനോ അത്യാവശ്യം ഇട്ട് കൊടുക്കുക. ഒറിഗാനോയുടെ മണവും ടേസ്റ്റും ഒക്കെ കേട്ടോ ഇതിന് വരുന്നത്. അപ്പോൾ ഒറിഗാനോയും ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് നമുക്ക് കറിവേപ്പിലയാണ്. കറിവേപ്പിലയൊക്കെ ഉണങ്ങി, ഇനി പുതിയതെടുത്ത് വെക്കണത് കളഞ്ഞിട്ട്. കറിവേപ്പില, നമുക്കിതൊന്ന് അടുപ്പേ വെക്കാം കേട്ടോ. അടുപ്പേ വെച്ചു. ഇനി ഇതൊന്ന് അടച്ചു വെക്കും നോക്കട്ടോ. അടച്ചു വെച്ചു, വെന്തിട്ട് ഞാൻ കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മീൻ കറി. ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഇവിടുത്തെ നോർമൽ മീൻ കറിയല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിന്. മസാലയാണ്, പക്ഷേ ഇവിടുത്തെ പുളിയോ എരിയോ ഉള്ള ഒരു ഇതൊന്നുമല്ല. നമ്മുടെ ഒറിഗാനോയുടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വെക്കണ്ടേ, നല്ല ടേസ്റ്റാണ്. ഇത്രയും മതി. ഇത് കാണുന്നുണ്ടോ, നമ്മുടെ പീച്ചിങ്ങായിൽ 1 എന്തൊക്കെയോ പന്നവള്ളി കയറി, 1 2 3 4. ഇനി അവിടെ അകത്താണ് ഞാൻ കാണിച്ചത്, കയറിക്കോട്ടെ. 5 6. ഇപ്രാവശ്യം കുറേ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഈ ബിഗ് സൈസ് ഉണ്ടല്ലോ, ഇത് കണ്ട നമ്മൾ വിത്തിന് വെച്ചേക്കുന്ന കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. പിന്നെ അതേ നമ്മുടെ കണ്ട കാണുന്നുണ്ടോ എനിക്കറിയില്ല, തക്കാളി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതേവിടെ ഞാൻ കാണാത്തൊരെണ്ണോ കേട്ടോ, കണ്ട ഇങ്ങനെ നോക്കുമ്പോഴേ ഈ പച്ചപ്പിനിടയിൽ നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. തക്കാളി ഇങ്ങനെ ഇതിലൊക്കെ തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കണ്ട. നമ്മളെന്തെങ്കിലും നട്ടിട്ട് അതേലും ഇങ്ങനെ കാ പിടിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ.
മുളക് മരമൊക്കെ വലുതായി, പക്ഷേ ഇതുവരെ കാ പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. തക്കാളി ഇതിലൊക്കെ പൂടുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചത്, ഞാൻ നമ്മുടെ ബീൻസ് അത് വിത്ത് പാകിയതായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. കുറേ എണ്ണം ഈ ചെതൽക്കടയില്ലേ, കരിയിലക്കിളി, അത് വന്നിട്ട് കൊത്തിയിട്ടു. ഒരെണ്ണം മുളച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ ഇതിനകത്തുണ്ടോ എന്തോ. അത് കൊത്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നെറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.